ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് ഒരു ദം ബിരിയാണിയാണ്. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പം രാവിലെ മോക്കളുടെ ഫ്രണ്ട്സ് വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ബിരിയാണിയാക്കി. അപ്പം ദം ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഞാൻ രാവിലെ എൻ്റെ വീട്ടിൽ ആമയുടെ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് എൻ്റെ വീട്. അപ്പം ഞാൻ രാവിലെ പോയി 6 മണിക്ക് പോയി, ഒരു 11 മണിയായപ്പോൾ തിരിച്ചു വന്ന്. അപ്പോഴത്തേക്ക് ഇവിടെ ഹസ്ബൻഡ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സാലഡിന് വേണ്ട പച്ചക്കറിയും സാലഡും പിന്നെ അതുപോലെ തന്നെ ചിക്കനും റൈസും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി നമുക്കത് ദം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു പോണിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ആദ്യം കുറച്ച് ഗ്രേവിയല്ല, അതിൻ്റെ ആ ചിക്കൻ്റെ ചാറും ചിക്കനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ പോണിയിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം അപ്പം നമ്മളിങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എപ്പോഴും ഇതിൻ്റെ കൂടെ ഇടാനുള്ള റൈസ് കുറച്ച് വേവ് കുറച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം അതാ ഈ ഇതിനകത്ത് ചിക്കൻ്റെ കറിയിലെ വെള്ളവും കൂടെ ആകുമ്പോഴത്തേക്ക് അത് സെറ്റാകും. അപ്പം നമ്മളിത് കുറേശ്ശെയായിട്ട് ഈ ചിക്കൻ ഗ്രേവിയുടെ പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കുടഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കുറച്ച് വേവ് കുറച്ചിട്ടാണ് നമ്മൾ ആ റൈസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചിക്കൻ്റെ പുറത്തേക്ക് ഇങ്ങനെ എല്ലാം നമ്മൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ എല്ലാ റൈസും ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ്, ഒരു 3 സ്പൂൺ നെയ്യ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റിനും ഒരു കളറ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മളിവിടെ ഇപ്പം ഒരു 3 സ്പൂൺ നെയ്യാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇത് നമ്മൾക്കുള്ള സ്പെഷ്യലാണ്. അപ്പോൾ അതാണ് നമ്മളിതൊക്കെ കൂടെ ഒന്ന് പച്ചക്കറിയും നട്ട്സും ഒക്കെ ഒന്ന് നെയ്യിൽ വറുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു നല്ല ഫ്ലേവർ ആയിരിക്കും ഇത്. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം നമുക്കിത് ദം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ദം ചെയ്യാനായിട്ട് ഒരു മൂടി കൊണ്ട് മൂടി വെച്ചിട്ട് നമ്മൾ സ്റ്റൗവിൽ വെക്കുന്നുണ്ട്. അപ്പം ഞാൻ വരുന്നതിന് മുന്നേ ദം അങ്ങ് പൊട്ടിച്ചു അപ്പോൾ അത് എനിക്ക് പൊട്ടിക്കുന്നതിന് മുന്നേ എടുക്കാൻ പറ്റിയില്ല. ഞാൻ വരുന്നതിന് മുന്നേ തന്നെ അങ്ങ് പൊട്ടിച്ച് ഒരു ചരുവത്തിലോട്ടൊക്കെ ആക്കി കഴിഞ്ഞ്. അപ്പോൾ ഇത് നല്ല ഫ്ലേവറായിരുന്നു കേട്ടോ. അതിൻ്റെ നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു എന്ന് ആ പിള്ളേർ പറഞ്ഞു. ആ പിള്ളേർ കഴിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നല്ല ടേസ്റ്റായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീടുകളിലും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിന് മുന്നേ സെപ്പറേറ്റാണ് നമ്മൾ ചെയ്തെടുക്കാറ്. ഞാൻ ഈ ചിക്കൻ ബിരിയാണിയും അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സാധനം ചെയ്യാറുമില്ല. അപ്പോൾ അത് ഹസ്ബൻഡാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല 1 തരം കച്ചമ്പർ ഇവിടെ കൊണ്ടുവച്ച്, പിന്നെ അതെ മാങ്ങ അച്ചാറ്, ചെത്ത് മാങ്ങ അച്ചാർ. ഇത് നമുക്ക് ഇതിനകത്തോട്ടൊരു വെള്ളം ഒഴിക്കണം. ഞാൻ കാണിച്ചു ജീരകവെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മൾ ഈ കുറച്ച് ഫ്ലേവറിന് ജീരകവെള്ളം. പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഗ്ലാസ് റെഡി. ഞാൻ പ്ലേറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. പ്ലേറ്റ് നമ്മൾ കൊണ്ടുവച്ച് ഇനി ഇവർ വന്നാൽ മതി. പിന്നെ അവർക്കൊരു മധുരം കൊടുക്കാനായിട്ട് നമ്മൾ ഐസ്ക്രീമാണ് വാങ്ങിച്ചത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചവർക്ക് കൊടുത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.